എൻ്റെ പേര് തെരേസ. ഞാൻ ഏലൂർ സെൻറ്റ് ആൻസ് ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നതിന് മുന്നേ ആയിട്ട് എനിക്കിവിടെ അവസരം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജാനുവരി 9 തീയതിയാണ്. അതിൻ്റെ ഇടയ്ക്ക് മാതാവും കുറേ അനുഗ്രഹങ്ങൾ തന്നായിരുന്നു. പക്ഷേ ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതായത് 2024 ഒക്ടോബർ 10 തീയതി ഞാനും ഇതെൻ്റെ ബ്രദറാണ്, ഇതെൻ്റെ അമ്മയാണ്. ഞാനും ബ്രദറും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഓപ്പോസിറ്റിൽ നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് ഡയറക്റ്റ്ലി എൻ്റെ കാലെ വന്നിടിച്ചു. പക്ഷെ ഞാൻ ഒരു വലിയ പടക്ക പൊട്ടുന്ന ഒരു സൗണ്ടാണ് കേട്ടത്. ഞാൻ വിചാരിച്ചു ആ വണ്ടി പോയി പോസ്റ്റേ വല്ല ഇടിച്ചതാണെന്ന്. ഞാൻ കണ്ണ് തുറന്നപ്പോഴത്തേക്കും ഞാൻ തവള ഇരിക്കുന്ന പോലെ സ്കൂട്ടറിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് ചെളി ഉണ്ടായിരുന്ന നിലത്ത് അവിടെ പോയിരുന്നു. പിന്നെ ഞാനൊരു കാല് നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഇഞ്ചുറി തോന്നി. എനിക്ക് വന്ന ബ്ലഡ് കണ്ടിട്ടാണെന്ന് തോന്നി. ഞാൻ അപ്പം തന്നെ ചെറിയ രീതിയിൽ തലയിറങ്ങിപ്പോയി. പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോയിൽ എന്നെ അടിയിൽ ഞാൻ നിലത്ത് കിടക്കുമായിരുന്നു. എന്നിട്ട് ഒരു പ്രമുഖമായ ആശുപത്രി കൊണ്ടുപോയി. അവിടെ പോയപ്പോഴത്തേക്കും ആദ്യം തന്നെ അവരെൻ്റെ കൊന്തയൊക്കെ എല്ലാം മുറിച്ച് കളഞ്ഞു. പിന്നെ ചെറുതായിട്ട് അവരെൻ്റെ തുടച്ചു മുറിവുകൾ. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ അവർ കിടത്തിയേക്കുമായിരുന്നു. ആരും നോക്കണമില്ല, ആരും മൈൻഡും പോലും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ മാനസികമായി ഇച്ചിരി വിഷമം വന്നു. അപ്പോൾ ഞാൻ എത്ര പറഞ്ഞിട്ടൊന്നും അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദൈവദൂതനെ പോലെയാണെന്ന് തോന്നുന്നു. ന്യൂറോ ഡോക്ടർ വന്നു. ഓവറോൾ എല്ലാം എക്സ്റേ ഒക്കെ ചെയ്തപ്പോൾ ന്യൂറോ ഡോക്ടർ വന്ന് എനിക്കൊരു കുഴപ്പമില്ലെന്ന്. പക്ഷേ എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ അവിടെ നിന്ന് കുറേ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു ആ ഡോക്ടറും. പിന്നെ ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു മുട്ടിൻ്റെ താഴെയായിട്ട്. ഡോക്ടർ പറഞ്ഞു, അവിടെയുള്ള ഫീമെയിൽ ഡോക്ടറോട് 3 തവണ പറഞ്ഞു പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം, വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം. കാരണം ആ ദിവസം അവധിയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഫീമെയിൽ ഡോക്ടർ പറഞ്ഞു അവിടുന്ന് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വേറൊരു ആശുപത്രി, പ്രമുഖമായ ആശുപത്രി പോയി. അവിടെ പോയപ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു. കാരണം ആദ്യം തന്നെ ഡോക്ടർ വന്ന് സംസാരിച്ചു. പിന്നെ വീണ്ടും കുറേ എക്സ്റേ ചെയ്തു. കാരണം മുന്നേ ചെയ്ത എക്സ്റേ ഒന്നും ക്ലിയർ അല്ലായിരുന്നു. എന്നിട്ട് ഡയറക്റ്റായിട്ട് എന്നെ പിന്നെ ഒരു യൂറിൻ ട്യൂബ് ഇട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ പ്രോപ്പറായിട്ട് വരുന്നില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഫുള്ളും പിടിച്ചു വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഡയറക്റ്റ്ലി ഒരു എക്സ്റ്റേണൽ ഫിക്സേഷൻ തന്നെ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ റൂമിൽ പോയി. എന്നിട്ട് ഡോക്ടേഴ്സൊക്കെ എന്നോട് ചോദിച്ചു എന്തെങ്കിലും അലർജി ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചെറിയൊരു അലർജി ഉണ്ട്. പിന്നെ ഞാനൊന്നും ഓർക്കണില്ല. എനിക്ക് ഫുൾ ബ്ലാങ്ക് ഔട്ടായി, എൻ്റെ ബോധം ഫുള്ളും പോയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ബോധം വരുമ്പോൾ തന്നെ എൻ്റെ ബ്രദർ ഇങ്ങനെ ഫോണെടുത്ത് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജിയോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെയും എനിക്കൊന്ന് ക്ഷീണം കാരണം ഞാൻ മയങ്ങിപ്പോയി. 2 ദിവസം ICU കിടന്നു. പിന്നെ റൂമിലേക്ക് മാറ്റി. മൂന്നാം ദിവസം ഈ വൂണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ ഡോക്ടർ പ്രൊസീജിയർ റൂമിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഈ എക്സ്റ്റേണൽ ഫിക്സേഷൻ പുറത്ത് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ടൈറ്റ് ചെയ്യാനും. വൂണ്ട് തുറന്നപ്പോൾ തന്നെ പഴുപ്പ് നല്ലപോലെ ഉണ്ട്. എല്ലാ കളറും കണ്ടു, മഞ്ഞ, പച്ച, ചുമപ്പ് ഫുൾ കണ്ടു. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കാല് കാണുന്നത്, ഛർദ്ദിക്കാൻ മുട്ടി. അപ്പം ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞു, എൻ്റെ പൊന്നു മാതാവേ, എനിക്ക് ഒടിഞ്ഞു കിടന്നാൽ കുഴപ്പമില്ല, ഇച്ചിരി ഒരു വൃത്തിയായിട്ട് എൻ്റെ കാല്, എനിക്ക് ഛർദ്ദിക്കാത്ത രീതിയിൽ എൻ്റെ കാല് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ രാത്രി എനിക്ക് ഉറക്കം പോയി. അമ്മ ഉറങ്ങുമായിരുന്നു, പുറത്തുനിന്ന് ആരും വന്നിട്ടുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും അറിയാൻ പറ്റും ഒരു പെണ്ണിൻ്റെ ഒരു വിരലുകൾ എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ തൊടുന്നു. ഞാൻ എൻ്റെ കാലെ തൊട്ട് അതുപോലെ ഇരിക്കും. പക്ഷെ ഞാൻ കണ്ണു തുറന്നില്ല. എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ കണ്ണ് ഉറക്കില്ലെന്നിങ്ങനെ മനസ്സിലിങ്ങനെ നിശ്ചയിച്ചു. എന്നിട്ട് പിന്നെ വന്ന 2 ദിവസം എൻ്റെ പൊന്ന് ഒടുക്കത്തെ വേദനയായിരുന്നു. അതായത് കൈ പൊള്ളുന്ന വേദനയായിരുന്നു. അത് അകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പൊള്ളൽ വന്ന് ചൂടോടെ
കാലിങ്ങനെ വെന്തുരുകണ ഒരു വേദനയായിരുന്നു. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പ്രൊസീജിയർ റൂമിൽ പോയിട്ട് വൂണ്ട് അയച്ചപ്പോഴത്തേക്കും ഒരു ചെറിയ ചോരപ്പാടിൽ ഒതുക്കി തന്നു. അതാണ് മാതാവ് തന്ന ഫസ്റ്റ് അനുഗ്രഹം. പിന്നെ 18 ദിവസം കിടന്നു. എന്നിട്ട് ഈ 21 എന്ന് പറഞ്ഞ ഡേറ്റ് എനിക്ക്, ഞാൻ ആക്സിഡൻറ്റിന് മുന്നേ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നു, ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ ഇങ്ങനെ 21 എന്ന് പറഞ്ഞ ഡേറ്റ്. അപ്പോൾ ഞാൻ വെച്ചോ വല്ല അനുഗ്രഹം വല്ലതും തരാനായിരിക്കും കേട്ടോ. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഡോക്ടേഴ്സ് മെയിൻ സർജറി 19-ാം തീയതി ആയിരുന്നു ഡിസൈഡ് ചെയ്തേക്കുന്നത്. പിന്നീട് അത് 21-ാം തീയതിയിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ അമ്മേനെ നോക്കിയത്, ഞാൻ ഇത് കണ്ട സെയിം ഡേറ്റ് തന്നെയാണല്ലോ എന്ന്. അപ്പോൾ സർജറി ചെയ്തു. നല്ല വേദനയായിരുന്നു. എനിക്ക് ഇച്ചിരി BP വേരിയേഷൻ, ഷുഗർ വേരിയേഷൻ ഉണ്ടായിരുന്നു. പച്ചയ്ക്ക് വേദന ഞാൻ ഇതുവരെ അത്ര വേദന ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. പിന്നെ റൂമിലേക്ക് വന്നു. എപ്പിഡ്യൂറൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യൂറിൻ ട്യൂബ് എടുത്ത് മാറ്റണം. കാരണം ഇത്രയും ദിവസമൊക്കെ യൂറിൻ ട്യൂബ് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ യൂറിൻ ട്യൂബ് രാവിലെ 10 മണിക്ക് മാറ്റുവാണെങ്കിൽ എനിക്ക് യൂറിൻ വരുന്നില്ല. എനിക്കറിയില്ല, ഒരു തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും ബാഗ് എൻ്റെ വയറ്റിൻ്റെ അവിടെ വെച്ചിട്ടായാലും അടി വയറ്റിൽ വെച്ചിട്ടാണെങ്കിലും വരുന്നില്ല സാധനം. അപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് ഓപ്പണായിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മാതാവ്, എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ, യൂറിൻ ട്യൂബ് വെച്ച് കിടക്കാനൊന്നുമുള്ള വയസ്സായിട്ടില്ല. കാരണം എൻ്റെ ഗ്രാൻഡ് മദർ കഷ്ടപ്പെട്ട് യൂറിൻ ട്യൂബ് വെച്ച് സഹിച്ച് കിടക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി തരണേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ അമ്മ, ആ സമയത്ത് അമ്മയായിരുന്നു എൻ്റെ ഒപ്പം ആശുപത്രി കിടന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലും കാലിന് വേദന ഉണ്ടെങ്കിൽ അമ്മ തൈലം തേച്ച് തരും, ഈ എൻ്റെ ബ്രദർ എടുത്ത ഉടമ്പടിയിൽ. അപ്പോൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം കാണാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് കുർബാന ചെയ്യുന്നുണ്ടായിരുന്നു, അച്ഛനും വന്നൊക്കെ കുർബാന തരുന്നുണ്ടായിരുന്നു, പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ധ്യാനം കൂടുന്ന സമയത്ത് അപ്പം തന്നെ യൂറിൻ പാസ്സായി. അപ്പോൾ കിട്ടിയ സമാധാനം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ ബേസിക് കാര്യങ്ങൾ പോലും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഏകദേശം ഒരു 28 ഒക്ടോബർ ആയപ്പോൾ ഞാൻ ഡിസ്ചാർജായി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൂണ്ട്, അതായത് സ്റ്റിച്ചിട്ട് ഊരേണ്ട സമയമായിരുന്നു. അത് കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് എൻ്റെ എല്ല് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഗ്രാഫ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറിനോട് ആദ്യമേ പറഞ്ഞു എനിക്ക് ഇനി ഒരു സർജറി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം. എന്നിട്ട് പിന്നെ അതേക്കുറിച്ച് ഒരു ടോക്ക് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സാക്ഷിയാണ്. പിന്നെ എനിക്ക് ചെസ്റ്റ് ഏരിയയിൽ ഒരു സ്കിൻ അലർജി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പഴുപ്പ് പോലെ വരുമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു തുടക്കത്തിലായിരുന്നു, ഉടമ്പടി എടുത്ത തുടക്കത്തിലായിരുന്നു അത്. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ചപ്പോൾ അത് കരിഞ്ഞു. പിന്നെ ഒരു തവണയും കൂടെ വന്നപ്പോൾ പിന്നെയും കരിഞ്ഞു, അത് ഫുള്ളി മാറി. അപ്പം എനിക്ക് നല്ലപോലെ പേടിയുള്ള വ്യക്തിയായിരുന്നു. കാരണം പേടിയുള്ള വ്യക്തി തന്നെയായിരുന്നു. പിന്നെ പേടി സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഈ സെയിം സ്വപ്നം തന്നെ പേടി സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊന്ന് മാറ്റി തരണം, ഇത് ഭയങ്കര ഒരു അത്ര സുഖം തോന്നുന്നൊരു അവസ്ഥയല്ല. അപ്പോൾ മാതാവ് അന്ന് രാത്രി ഇതുപോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാപ്പയിൽ എന്നെ മൂടി. അപ്പോൾ ഞാൻ കണ്ണു പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഗ്രേ കളർ എന്തോ ഒരു തുണി ഇങ്ങനെ ആരോ ഊരുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൂടാണ്ട് ഇപ്പം വളരെ അനുഗ്രഹങ്ങളുണ്ടായി. മാതാവിൻ്റെ സുഗന്ധാഭിഷേകവും ഇപ്പോൾ മാതാവിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് 3-ാം ദിവസം മാതാവിനെ കാണാൻ പറ്റി. പിന്നെ എനിക്ക് ആന്തരികമായി എന്തൊക്കെ അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എടുത്തത്. പക്ഷേ പിന്നെ അത് എനിക്ക് ദൈവസ്നേഹം ദൈവവിശ്വാസം വളരെ കുറവായിരുന്നു, അതിൽ വളരാൻ പറ്റി. പിന്നെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന വളരെ ചെല്ലും, എത്ര വേണേലും കൊന്ത ചെല്ലും. ഇതൊന്നും നേരത്തെ ചെല്ലാറ് പോലും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഞായറാഴ്ച കുർബാനയൊക്കെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അതിന് പോലും പോകാൻ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കുർബാന മുടക്കാൻ പറ്റില്ല. കാരണം കുർബാന മുടക്കുകയാണെങ്കിൽ എന്തോ ഒരു വലിയ അസ്വസ്ഥത കയറി വരുന്ന പോലെ തോന്നും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ആക്സിഡൻറ്റിന് മുന്നേ ഞാനിങ്ങനെ
ഓർഫനേജിലൊക്കെ പോയിട്ട് കുളിപ്പിക്കുമായിരുന്നു. കുളിപ്പിക്കാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക്. എൻ്റെ അടുത്ത് ഓർഫനേജ് ഇല്ലാത്തതുകൊണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ ആരെങ്കിലും കുളിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ അടിക്കും തുടയ്ക്കും തുണിയൊക്കെ കഴുകുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റിന് ശേഷം ഞാനിങ്ങനെ ഭക്ഷണമല്ല ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും, പൈസ കൊടുക്കും, പിന്നെ തൈലമൊക്കെ ഞാൻ തേച്ച് കൊടുക്കും. കാരണം എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ എന്താണെന്നറിയാം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇതിന് മുന്നേ ഞാൻ പൊതുസ്ഥലങ്ങളാണ് ചെയ്യാറുണ്ടായിരുന്നത്. ആദ്യം പള്ളിയിലായിരുന്നു, പിന്നീട് മെഡിക്കൽ കോളേജുകളൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര എളുപ്പമാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ ഒരാൾ പബ്ലിക്കായിട്ട് എന്നെ തെറി വിളിച്ചു. ഇത്രയും തെറി ഞാൻ കേട്ടിട്ട് പോലില്ല. അതിനുശേഷം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞ് ഞാൻ സാക്ഷ്യം അവസാനിക്കുന്നു. 23-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. തെരേസ എന്ന ഈ മകൾ അമ്മയോടും സഹോദരൻ ജിയോയോടും കൂടി ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യം നൽകുന്നത് വലിയ ഒരു സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിച്ചതിൻ്റെയും ഒക്കെ ഒരു വലിയ സാക്ഷ്യമാണിത്. 2 മക്കളും ഉടമ്പടിയിലാണ്. ഉടമ്പടിയെടുത്ത മക്കൾക്ക് ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല. അവർക്കൊരു വലിയ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായതിനെ തുടർന്നുണ്ടായ വലിയൊരു സീരീസ് നമ്മളിപ്പോൾ തന്നെ എപ്പിസോഡ് വഴിയായി നമ്മൾ കേട്ടതാണ്. തെരേസ കടന്നുപോയ വേദനയുടെയും വലിയ ആശങ്കയുടെയും എല്ലാം നടുവിൽ പരിശുദ്ധ അമ്മ തന്നെ വന്ന് തൻ്റെ എല്ലാ പേടി സ്വപ്നങ്ങളും മാറ്റി ഇപ്പോൾ സ്വർഗീയ ദർശനങ്ങൾ നൽകി തൊടുകയും അമ്മയുടെ താരാട്ടുപാട്ട് പോലെ ഭാഷയറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാകാൻ പാടില്ലാത്ത ഒരു സംഗീതമാണ് താരാട്ടുപാട്ട്. അതിന് അർത്ഥമില്ല. അതുപോലെ തന്നെ അമ്മയുടെ സ്പർശനത്തിലും അമ്മയുടെ സാമീപ്യത്തിലും ഇന്ന് തെരേസ വളരെയധികം ആനന്ദിക്കുന്നുണ്ട്. രാത്രിയിലുണ്ടായിരുന്ന പേടി സ്വപ്നങ്ങളെല്ലാം മാറി വലിയ ഒരു ആത്മീയ അനുഭൂതിയിലേക്ക് ഇന്ന് തെരേസിനെ എത്തിച്ചേരാൻ സഹായിച്ചു. പരിശുദ്ധ അമ്മ തൻ്റെ കൂടെ എല്ലാ സമയത്തും കൂടെ സഞ്ചരിക്കുന്നു. കാരണം അമ്മ സഞ്ചാരി മാതാവാണ്. കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ആദ്യത്തെ അനുഭവം മറ്റുള്ളവർ ചീത്ത വിളിക്കുന്നതായിരുന്നു. അവിടെ പോലും വിശുദ്ധ സ്റ്റീഫനെ പോലെ ആനന്ദിക്കാൻ സാധിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അതൊരു വലിയ സൗഖ്യത്തിൻ്റെയും ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൻ്റെയും ഒരു വലിയ അനുഭവം അഭിഷേകം നൽകി മകളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലൂടെയൊക്കെയാണ് തെരേസ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉടമ്പടിയെടുത്ത ഈ മക്കൾക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നൽകിയ വലിയ സൗഖ്യവും സമാധാനവും അതുപോലെ തന്നെ ഈശോയിൽ കൂടുതൽ വളരുവാൻ ഞാൻ കാര്യസാധ്യത്തിന് വേണ്ടി ഉടമ്പടി എടുക്കണമോ അല്ലെങ്കിൽ ഉടമ്പടിയുടെ കൃത്യമായ നിർവചനം എനിക്ക് എൻ്റേതായ ഒരു ഡെഫിനിഷൻ ഇന്ന് ഉടമ്പടിക്ക് കൊടുക്കാൻ സാധിക്കും. എൻ്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം അടിച്ചു മാറ്റുന്നതല്ല. ഈശോയുടെ തിരുരക്തത്താൽ ഇന്ന് ഞാൻ സൗഖ്യപ്പെട്ടു, ഈശോയുടെ തിരുരക്തത്തിന് മാത്രമേ എന്നെ വീണ്ടെടുക്കാനാവൂ എന്നുള്ള വലിയ വലിയ ബോധ്യങ്ങളോട് കൂടിയാണ് ഇന്ന് ഈ അമ്മയും മക്കളും ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഈശോ നൽകുന്ന എല്ലാ സൗഖ്യത്തിനും സമാധാനത്തിനും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും സാഹചര്യങ്ങളിലും എല്ലാം അനുഭവിക്കുന്ന സന്തോഷത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.